ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഒന്നാമത്തെ കാര്യം നമ്മൾ നല്ല ടയേർഡായിരുന്നു. ഇത്ര കണ്ടിന്യൂസ് ട്രാവൽ ചെയ്തു, ഭയങ്കര ടയേർഡായിപ്പോയി. പിന്നീട് ഈ ഒരു തണുപ്പും, നമ്മൾ താമസിച്ചതൊരു കോട്ടേജായിരുന്നു. അത് ഒരു ഇച്ചിരി അകത്തേക്കുള്ളൊരു വീടായിരുന്നു. അതായത് ഒരു മുകളിലത്തെ നിലയാണ് നമുക്ക് വേണ്ടി തന്നത്. ഒരു 4 റൂമുള്ള ഒരു കോട്ടേജായിരുന്നു. അതിൽ മുകളിലത്തെ ഫ്ലോറിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ രാവിലെ എണീറ്റ് പുറത്തേക്ക് നോക്കിയപ്പോഴേ ഒരു വലിയ സൂപ്പർ ഒരു കാഴ്ചയായിരുന്നു. കാരണം ഞങ്ങളുടെ കോട്ടേജിൻ്റെ തൊട്ട് മുന്നിലായിരുന്നു സൺസെറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മുടെ ഹൗസ് ഓണർ വന്ന് നമ്മളോട് പറഞ്ഞു, നമ്മുടെ വീടിന് ചുറ്റും കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, നിങ്ങളതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് ഹസ്ബൻഡ് കണ്ടത് നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ട് ചെറി. ആ ചെറി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ചെറി ഇങ്ങനെ ഫ്രഷായിട്ട് നമുക്ക് അവിടെ നിന്ന് എടുത്ത് നമ്മുടെ കയ്യിൽ തന്നപ്പോഴുള്ള, നമ്മുടെ കുട്ടികൾ ആദ്യമായിട്ടാണല്ലോ അത് കാണുന്നത്, അവർ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്തെ സൈഡിൽ നിന്നെയാണ് അവക്കാഡോ നമുക്ക് കൂടുതൽ കിട്ടിയില്ല, ഒരു 4 എണ്ണേ കിട്ടിയുള്ളൂ. പിന്നീട് അത് കഴിഞ്ഞ് കിട്ടിയതാണ് അടുത്തൊരു ഫ്രൂട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി അതിൻ്റെ പേര് എനിക്ക് അറിയില്ല. നമ്മളിപ്പോൾ അത് കഴിഞ്ഞ് ഒരു ഷോപ്പിൽ പോയപ്പോഴും ഇത് സെയിമായിട്ടിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാവരും ഈ ചെറിയും പ്ലംസ് ഉണ്ടായിരുന്നു, ചെറി കിട്ടി, പാഷൻ ഫ്രൂട്ട് കിട്ടി. അങ്ങനെ അതെല്ലാം അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് കഴിച്ചു, നമ്മളും എല്ലാവരും കഴിച്ചു. എൻ്റെ മോന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ പഴുത്തതും പച്ചയും എല്ലാം എടുത്ത് കഴിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ യാത്രയ്ക്ക് പോയി. വേറെ പുറത്തേക്ക് ഇങ്ങോട്ടുമല്ല പോയത്, നമ്മുടെ കോട്ടേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടത്തില്ല. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു സ്ഥലത്തൂടെ പോകുമായിരുന്നു. നമ്മൾ കാർ എടുത്തില്ല, നടന്ന് തന്നെയാണ് പോയത്. ആ നടന്ന് പോകുന്ന യാത്രയിലുള്ള വ്യൂസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ യാത്ര തിരിച്ചപ്പോൾ ഞങ്ങൾ കണ്ടതാണ് കോഴ എന്ന് പറയും. ഞാൻ ആദ്യമാണ് എൻ്റെ ലൈഫിൽ ഇത് കാണുന്നത്. അതിനെ കൊണ്ടാണ് അവർ ചുമടെടുപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് നല്ലൊരു മൗണ്ടൻ വ്യൂ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു ഷോപ്പിൽ കയറി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ലിച്ചി, ഇവിടുത്തെ ജാമ്പയാന്ന് വിചാരിച്ചാണ് ജാമ്പയ്ക്ക വാങ്ങിച്ചത്. പക്ഷേ അവർ തന്നെ പറഞ്ഞു നമ്മുടെ നാട്ടിലല്ലേ ജാമ്പയ്ക്ക വളരെ സുലഭമായിട്ട് ലഭിക്കുന്നതെന്ന് പറഞ്ഞു. എങ്കിലും ജാമ്പയ്ക്ക വാങ്ങി, മാങ്കോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി ഞങ്ങൾ യാത്ര തിരിച്ചു. ഒരു സൺസെറ്റ് കാണാനായിട്ട് പറ്റി. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഞങ്ങൾ കണ്ട സൺസെറ്റാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയെന്ന് വെച്ചാൽ കൊടൈക്കനാലിൽ കുറച്ച് സ്ഥലവും കൂടി ഞങ്ങൾക്ക് കാണാനുണ്ടായിരുന്നു. ഒരു വ്യൂ പോയിൻ്റ് കയറി കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഒരു ചെറിയൊരു കൊച്ചു വാട്ടർഫോൾസും കണ്ട് ഞങ്ങൾ തിരിച്ച് മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഒരുപാട് വിശന്നു. അങ്ങനെ ഞങ്ങൾ കുറേ തിരക്കി ബെസ്റ്റ് ഫുഡ് കിട്ടുന്ന കട എവിടെയാണ്. നമ്മൾ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഫുഡ് കിട്ടുന്നതെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷേ ആ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു ദിണ്ടുക്കലാണ്. ദിണ്ടുക്കൽ പ്ലേസിലേക്കാണ് നമ്മൾ പോയത്. ദിണ്ടുക്കൽ പ്ലേസിലൊരു കുണ്ടല്ലൂർ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. അവിടുത്തെ ബിരിയാണിയാണ് ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കയറി ബിരിയാണി കഴിച്ചു. പിന്നെ മട്ടൻ്റെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ബിരിയാണി കഴിച്ചു. എനിക്ക് പൊതുവേ ഈ തമിഴ്നാട്ടിലുള്ള ബിരിയാണിയോട് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കഴിച്ചത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര അഭിപ്രായമായിരുന്നു. വളരെ നല്ല ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഡബിൾ ഡക്കറിൻ്റെ വണ്ടി കണ്ടു. പിന്നെ ഞങ്ങൾ മൂന്നാറിലേക്കാണ് കയറിയത്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ മൂന്നാറെത്തിയിട്ട് അവിടുത്തെ കുറച്ച് പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് അവിടെ ഒരു ചെറിയ പൂപ്പാറ എന്ന് പറഞ്ഞ പ്ലേസുണ്ട്. ആ പൂപ്പാറയ്ക്കകത്തേക്ക് ഒരു ഡാം ഉണ്ടായിരുന്നു. അവിടെ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ അവിടുത്തെ മൂന്നാറിലെ വ്യൂ പോയിൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കണ്ടു. പിന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കി പോകണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇരുന്നത്. പക്ഷെ മൂന്നാർ കയറിയപ്പോഴേ നമ്മുടെ നെറ്റെല്ലാം പോയി. പിന്നെ നമ്മൾ അടുത്തൊരു വ്യൂ പോയിൻറ്റിലെത്തിയിട്ട് നമ്മൾ അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സൂപ്പറായിരുന്നു. നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ മനസ്സിനൊക്കെ ഒരുപോലെ കുളിർമയേകുന്നൊരു പ്ലേസായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചിരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു, ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ കൂട്ടത്തിലൊരാളുടെ ചെരുപ്പ് താഴെ വീണു. അപ്പം മലയിൽ നിന്ന് കുറച്ച് താഴേക്കാണ്.
അപ്പോൾ അവൻ്റെ ബ്രദർ തന്നെ താഴെ പോയി ആ ചെരുപ്പൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. കാരണം ഞങ്ങൾക്ക് കൊടൈക്കനാൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ മൂന്നാർ നമുക്ക് കുറച്ചുകൂടെ സുപരിചിതമാണ്. കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ട്രിപ്പ് പോകുന്നത് മൂന്നാറിലേക്കാണ്. ഒരുപാട് ഇഷ്ടമാണ് മൂന്നാറിൻ്റെ ആ ഒരു തണുപ്പും പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ്. ആര് വരുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെ അത്രത്തോളം ഭംഗിയിൽ ആസ്വദിക്കണമെന്ന രീതിയിലാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ യാത്ര തിരിക്കുമ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു. എപ്പോഴും നമുക്ക് കിട്ടുന്നത് ഭയങ്കര നല്ലൊരു കോടയും ഭയങ്കര സുഖമുള്ളൊരു ക്ലൈമറ്റായിരുന്നു. പക്ഷേ ഈ വട്ടം നമുക്ക് ക്ലൈമറ്റ് വളരെ നമ്മളെ ചതിച്ച് കളഞ്ഞു. അപ്പോൾ ഭയങ്കര വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ഞങ്ങൾ. പക്ഷേ കുഴപ്പമില്ല, ക്ലൈമറ്റ് അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവിടെ ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ യാത്രകളെല്ലാം മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. നമ്മൾ മൂന്നാറിലൊരു പാർക്കിലേക്കാണ് കയറിയത്. ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് അവിടെ കളിക്കുകയും ചെയ്യാം. ഞങ്ങൾക്ക് അവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു ബോട്ടിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കുട്ടികൾ കളിക്കുമ്പോൾ ഞങ്ങളവിടെ ആ ഗാർഡനിലെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് പോയി കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ മുന്നോട്ട് പോയി. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു. ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് എത്തിയത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7:30 നമ്മളവിടെ ആ ഒരു പാർക്കിലെത്തിയിട്ട്. യൂഷ്വലി ഗാർഡൻസൊക്കെ അല്ലെങ്കിൽ പാർക്കൊക്കെ ക്ലോസ് ചെയ്യും. നമ്മൾ ഒരുമിച്ച് വന്നു. നമ്മളൊരു 3 or 4 ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ കൂടാതെ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നിടം വരെ അവർ ഓപ്പൺ ചെയ്ത് തന്നു. ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എപ്പോഴും റൂമൊക്കെ ബുക്ക് ചെയ്യുന്നത്. ഈ വട്ടം അത് പറ്റിയില്ല. കാരണം നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് ഇവിടെ എത്തത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂം ബുക്ക് ചെയ്യാതെയാണ് വന്നത്. പിന്നെ നമുക്ക് നേരത്തെ ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട് മുമ്പ്. ഫ്രണ്ട്സുമായിട്ട് വന്നപ്പോഴൊരു വില്ല ഉണ്ടായിരുന്നു, ഒരു ഹോം സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡും എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡും കൂടെ പോയ സമയത്താണ് ഞങ്ങൾ ഈ പാർക്കിലിരുന്ന് കുറേ നേരം പിള്ളേരുമായിട്ട് കളിച്ചത്. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഫസ്റ്റ് 2 days കൊടൈക്കനാൽ ഉണ്ടായിരുന്നെങ്കിലും കൊടൈക്കനാലിനെക്കാട്ടി പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത് മൂന്നാറാണ്. കാരണം അവർക്ക് കുറേ നേരം അവിടെ നിന്ന് കളിക്കാൻ പറ്റി. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ സന്തോഷം തരുന്ന ഒരു സ്ഥലമായിരുന്നു. എൻ്റെ മോൻ്റെ ആദ്യത്തെ ട്രിപ്പാണ്. അവനങ്ങനെ പുറത്ത് വേറെ എവിടെയും പോയിട്ടില്ല. ആകെ പോയത് വേളാങ്കണ്ണിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവൻ വരുന്ന ആദ്യത്തെ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവർ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു. ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു അവർക്ക് കളിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പാർക്കിലിറങ്ങുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് ഭയങ്കര മഴയൊക്കെ വന്നു. ആ മഴയുണ്ടായിരുന്ന സമയത്ത് ഞാനിവരെ മാറ്റി നിർത്തി. പിന്നീട് വീണ്ടും മഴ തീർന്നപ്പോൾ വീണ്ടും ഇവർക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ നൈറ്റ് ഫുഡൊക്കെ എടുത്തിട്ട് നമ്മുടെ കോട്ടേജിലേക്ക് പോയി. നൈറ്റ് ഫുഡൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം കളിച്ചു. എന്നിട്ട് കിടന്നുറങ്ങി. അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ കാണാം. ബൈ.